ഹായ്, ജിജുസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആണ്. ജാക്ക് ഫ്രൂട്ടിന്റെ എയർ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, എയർ ലെയറിങ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ പോകാം. അപ്പോൾ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നല്ലൊരു പ്ലാവുണ്ട്. ആ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് 2 കമ്പ് നമുക്ക് എയർ ലെയറിങ് ചെയ്തിട്ട് നമുക്കെടുക്കാം, വേര് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ യാത്രയിലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം, എങ്ങനെ എയർ ലെയറിങ് ചെയ്യണമെന്ന്. ആ വീഡിയോ കാണുന്നവർ പ്രത്യേകിച്ച് പറയാണ്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതറിയാത്തവർ ഒത്തിരി പേരുണ്ടാവും എങ്ങനെ ചെയ്യാന്ന്. അവർക്ക് അതൊന്ന് കാണാനും പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണത്. അപ്പം നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്യണം പ്ലീസ്. ഓക്കെ, നമുക്ക് പോവാം. ചാറുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും മഴയാവുമെന്ന് അറിയില്ല. എന്നാലും ശരി, നമുക്ക് പോവാം. പോയിട്ട് കുടയൊക്കെ വെച്ച് കൂടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ നിന്ന് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട്, ആ ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിലാണ്. അപ്പോൾ അവിടെ ഒന്ന് പോയി അത് എയർ ലെയറിങ് ചെയ്തിട്ട് പോരാം. അപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന റോഡ്. ഇപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തി. കണ്ടില്ലേ, ഇതാണ് ഇവിടെ അപ്പാർട്ട്മെന്റുകൾ. ഇത് കാണുന്നു. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഫ്ലോറിഡയിലെ റോഡും കാര്യങ്ങളും. ഇതൊക്കെ ഇവിടെ റോഡ് ക്ലീൻ ചെയ്യുന്ന ഇവരുടെ വണ്ടിയാന്ന് തോന്നുന്നു. അത് ട്രീ ഒക്കെ കട്ട് ചെയ്യാനും അങ്ങനെയുള്ള വണ്ടിയാണത്. ട്രീയുടെ തടസ്സും വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. നമ്മളത് ആളുടെ വീട്ടിലേക്ക് എത്താൻ പോണു. ആളിവിടെ ഇല്ല, നാട്ടിലാണ്. ഫാമിലി അടക്കം നാട്ടിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ, റിയലുള്ള കാര്യങ്ങൾ നമ്മൾ ആണ് നോക്കുന്നത്. ഇതാണ് പുള്ളിയുടെ വീട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ സൈഡ് ഒതുക്കിയിടാം. ഡ്രൈവ് ഇവിടെ വാടകയ്ക്കാരാണ് താമസിക്കുന്നത്. ഇതാണ് നമ്മൾ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാവ്. അല്ല, ഇവിടെ നിറച്ച് ചക്ക ഉണ്ടാകുന്ന ഒരു പ്ലാവാണ്. ഒരു സുഹൃത്തിൻ്റെ വീടാണിത്. ആള് പുലിയാട്ടോ. കണ്ട, മാവ്, തെങ്ങ്, ലീച്ചി, അങ്ങനെയുള്ള സകല സാധനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമുക്ക് ഇവിടെയാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റൗണ്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്യാണ്. ഒരു ഇഞ്ച് നീങ്ങിയിട്ട് വീണ്ടും ഒരു കട്ട്. നമുക്കത് പൊളിക്കാം. ടിഷ്യൂൻ്റെ പേപ്പറെടുത്തില്ല, ഈ തൊലിങ്ങ് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊരു വകുപ്പുള്ള ഇതുണ്ടാവും. അത് കംപ്ലീറ്റ് ചുരണ്ടി കളയണം. ഇത് ഒരു റൂട്ടിങ് ഹോർമോണാണ്. ഇതൊരു അല്പം തേക്കുന്നത് എപ്പോഴും നല്ലതാണ്. വേണ്ട, നനച്ചെടുത്ത ചളിയാണ്. ഇതിൽ ചാണകമുണ്ട്, മണ്ണുണ്ട്, പോട്ടി മിക്സ് ഉണ്ട്, ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു
ഇതിൽ നല്ല നനവിൽ എടുത്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ കെട്ടാൻ പോകുന്നത്. ഇത് നമ്മളിങ്ങനെ മടക്കുക, ടൈറ്റ് ചെയ്തിട്ട് മടക്കിയിട്ട് നമ്മളിതിന് സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യണം. സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതുപോലെ അങ്ങ് കട്ടുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുക. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് വെച്ച് ഇത് കട്ട് ചെയ്യുന്ന ഭാഗം മാക്സിമം മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ നല്ലതാണ്. അതുപോലെ ഇനി ചാക്കി ചരടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വെച്ച് ഒന്ന് കെട്ടുക ആദ്യം. ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മുറിവിലൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നനച്ച് കൊടുക്കാനോ ഇതിനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ അനങ്ങാതെ ഇരിക്കണം. 1 മാസം 2 മാസത്തോളം ഇരുന്നാലേ അതിൽ വേര് കുട്ടിക്കുള്ളൂ. അങ്ങനെ 2 മാസം കഴിയുമ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ എയർ ലെയറിങ്. ഇതിൽ നിറച്ച് വേര് വരും. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കുക, ചട്ടിയിൽ വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് നോക്കില്ലേ? അപ്പോൾ അറിയാവുന്നവരുണ്ടാവാം, പക്ഷേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയാത്തവർക്ക് അത് ചെയ്യാം. ഓക്കെ, പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് കഴിയും. ഓക്കെ, എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.